नमस्ते। आज की कक्षा में सबको स्वागत। कनप्रिया नामक गंडकाव्य के 14 गंड है इतिहास। इतिहास नामक गंड के 4 गीत समाप्त हुए। 5वां गीत एक प्रश्न। यहाँ भारती जी ने सदियों से युद्धोन्माद में पड़े हुए मनुष्य की सोच को लेकर यहाँ कृष्ण से एक बड़ा सार्थक प्रश्न किया है। यहाँ प्रेम की सार्थकता नहीं तो युद्ध की सार्थकता क्या है, इसके बारे में पूछती है। यहाँ कृष्ण कर्ममंडल में व्यावृत है। पहले 3 गंड में उसके प्रेम लीला का वर्णन है, लेकिन यहाँ युद्ध, धर्माधर्म, क्षमा आदि व्यावहारिक बात है। यहाँ राधा अपनी कोमल भावनाओं के आश्रय में जीवित है। उस समय राधा प्रश्न पूछती है, यहाँ युद्ध की आवश्यकता क्या है, इसके बारे में प्रश्न उठाती है। एक प्रश्न। अच्छा मेरे महान कनु, मान लो कि क्षण भर को मैं यह स्वीकार लूँ कि मेरे ये सारे तन्मयता के गहरे क्षण सिर्फ भावावेश थे, सुकोमल कल्पनाएं थी, रंगे हुए अर्थहीन आकर्षक शब्द थे। यहाँ कवि युद्ध की आवश्यकता के बारे में कुछ प्रश्न उठाते हैं। राधा यहाँ कहती है, हे महान कनु, इस क्षण भर को मान लो, मैं यह स्वीकार लूँ, ഞാനതിനെ സ്വീകരിക്കണം, അംഗീകരിക്കണം. എന്താണ്? मेरे ये सारे तन्मयता के गहरे क्षण सिर्फ भावावेश थे। मेरे तन्मयता के, तन्मयता ना मोहन निद्रा, मेरे ये सारे तन्मयता के गहरे क्षण, प्रगाढ़ प्रेम के क्षण सिर्फ ഭാവാവേശ था, ആവേശാധിക്യം മാത്രമായിരുന്നു എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രണയത്തിൻ്റേതായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് കേവലം ഭാവാവേശമായിരുന്നു, ആവേശാധിക്യമായിരുന്നു. സുകോമൽ കൽപ്പനായന്തി, വളരെ കോമളമായിട്ടുള്ള സങ്കല്പങ്ങളായിരുന്നു. രംഗേ ഹുയേ അർത്ഥഹീൻ ആകർഷക ശബ്ദത്തെ, അതെങ്ങനെയുള്ളായിരുന്നു? രംഗേ ഹുയ എന്ന് പറഞ്ഞാൽ നിറം പിടിപ്പിച്ചത്, അർത്ഥഹീൻ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തത്, ആകർഷക ശബ്ദത്തെ യേ സുകോമൽ കൽപ്പനായന്തി യേ രംഗേ ഹുയേ അർത്ഥഹീൻ ആകർഷക ശബ്ദത്തെ, ഇതെല്ലാം നിറം പിടിപ്പിച്ച വാസ്തവമല്ലാത്ത, അർത്ഥമില്ലാത്ത, ആകർഷകമായ വെറും ശബ്ദങ്ങൾ മാത്രമായിരുന്നു, വാക്കുകൾ മാത്രമായിരുന്നു. मान लो कि क्षण भर को मैं ये स्वीकार लूँ कि पाप पुण्य, धर्माधर्म, न्याय दंड, क्षमाशील वाला ये तुम्हारा युद्ध सत्य है. एक क्षण भर मान लो, ഒരു നിമിഷം നേരം ഒന്ന് ചിന്തിക്കാൻ പറയണം. എന്താണ്? मैं ये स्वीकार लूँ कि പാപ പുണ്യ, പാപം പുണ്യം, ധർമാധർമ്മങ്ങൾ, ന്യായം ശിക്ഷ, ക്ഷമ, ഇതെല്ലാം തുമാര യുദ്ധസത്യ ഹേ, ഇതെല്ലാം നിൻ്റെ യുദ്ധസത്യമാണോ, ഇതെല്ലാം ശരിയായിരുന്നോ എന്നാണ് രാധ ചോദിക്കുന്നത്. तो भी मैं क्या करूँ कनु, मैं तो वही हूँ तुम्हारी बावरी मित्र, जिसे सदा उतना ही ज्ञान मिला जितना तुमने उसे दिया. हे कनु, मैं क्या करूँ, അല്ലയോ കൃഷ്ണ, ഞാൻ എന്ത് ചെയ്യും? मैं तो वही हूँ तुम्हारा बावरी मित्र, ബാവരി മിത്ര എന്ന് പറഞ്ഞാൽ പകലി മിത്ര, ഞാൻ നിൻ്റെ ആ പഴയ പൊട്ടിപ്പെണ്ണല്ലേ. മേ വഹി ഹൂँ, ഞാൻ അവൾ തന്നെയല്ലേ, എനിക്കൊരു മാറ്റമില്ല, ഞാൻ അവൾ തന്നെയാണ്. ജിസേ സദാ ഉത്തന ഹി ജ്ഞാൻ മില जितना तुमने उसे दिया, जिसे सदा हमेशा उतना ही ज्ञान मिला जितना तुमने उसे दिया, तुमने उसे दिया, ज्ञान दिया,
രാധ പറയണേ നീയാണ് എനിക്ക് അറിവ് തന്നത്. ജീവൻ കി സാർത്ഥകത കെ ബാരേമേം സംസായ, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തന്നത്, അറിവ് തന്നത് നീയാണ്. മേം തോ ജീവൻ കി സാർത്ഥകത കാ അർത്ഥ സമജ് പായി ഹൂം ജിത്തന തുമ്നെ സംസായ. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന്, അറിവ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് നീയാണ്. ജിത്തന തുമ്നെ മുझे दिया है अभी तक उसे पूरा समेट कर भी आस पास जाने कितना है तुम्हारे इतिहास का जिसका कुछ अर्थ मुझे समझ नहीं आता है. जितना तुमने मुझे दिया है अभी तक, तुमने मुझे अभी तक जितना दिया है, നീ ഇതുവരെയായിട്ട് എനിക്ക് എന്താണ് തന്നിട്ടുള്ളത്, ഉസേ പൂരാ സಮೇट कर भी आस पास जाने कितना है. മേനെ ഉസേ പൂരാ സമേറ്റ് കർബി, ഞാനതിനെ മുഴുവനായിട്ടും കളക്ട് ചെയ്തിട്ട് ശേഖരിച്ചിട്ടും ആസ് പാസ് ജാനെ കിത്ര ഹേ, അതിൻ്റെ അടുത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നീ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു, അറിവ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തുമാരെ ഇതിഹാസ് കാ ജിസ്കാ അർത്ഥ് മുझे സമജ് നഹി ആതാ ഹേ, പക്ഷേ ഈ ചരിത്രത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വേണം, പക്ഷേ ഈ പറഞ്ഞ ഇതിഹാസത്തിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കിതുവരെയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് ആ ചരിത്രം എഴുതുന്നത്, അതായത് അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരുന്നു, കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു കൃഷ്ണൻ ചെയ്തത്. ഇവിടെ ഇസ് കുരുക്ഷേത്ര യുദ്ധക്കെ സാർത്ഥകതാക്കെ ബാരമേ തുമ്നെ കബി സംസായ നഹി, ഈ ഇതിഹാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അതിനെക്കുറിച്ച് നീ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പനെ ജമുനാമേ ജഹാ ഗണ്ടോ അപ്പനെ കൊ നിഹാര കർത്തി ദീമേ വഹാം അബ് ശസ്ത്രം സേ ലദി ഹുയി അഗണിത് നൗകാവോം കി പങ്ക്തി റോസ് റോസ് കഹാൻ ജാത്തി ഹേ. അപ്പനെ ജമുനാമേ, ജമുന എന്ന് പറഞ്ഞാൽ യമുനാ നദി. യമുനാ നദി നമ്മൾ മുൻപ് ഗീതങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. യമുനാ നദിയിൽ വളരെ വിഷമുള്ളൊരു സർപ്പമുണ്ടായിരുന്നു, കാളിയൻ. ആ കാളിയനെ അവിടെ കാളിയനെ അവിടെ നിന്ന് വിഷം അതായത് അവിടെ വന്ന് മൃഗങ്ങളൊക്കെ വെള്ളം കുടിച്ച് ആ വിഷം നിറഞ്ഞ വെള്ളം കുടിച്ച് അവരൊക്കെ ചത്തു വീഴുന്നു. അങ്ങനെ ആ കാളിയനെ അവിടെ നിന്ന് ഓടിപ്പിച്ചതും കൃഷ്ണനായിരുന്നു. കാളിയൻ്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, രാധ അവിടെ യമുനാ നദിയുടെ തീരത്ത് പോയിരുന്ന മണിക്കൂറുകളോളം ആ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പനെ ജമുനാമേ ജഹാ ഗണ്ടോ അപ്പനെ കോ നിഹാര കർത്തി തീമേ, अपनी यमुना नदी में तुमने കാളിയ നാഗ് കാ ദമൻ കർക്കെ വിഷമുക്ത് കിയാത, അതായത് ആ യമുനാ നദിയെ വിഷമുക്തമാക്കി തീർത്തു. കാളിയനാഗത്തിനെ അവിടെ നിന്ന് ഓടിപ്പിച്ച് അവിടെ നിന്ന് ഇല്ലാതാക്കിയിട്ട് അവിടെ ആ നദിയെ വിഷത്തിൽ നിന്നും മുക്തയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജഹാൻ ഗണ്ടോ അപ്പനേക്കോ നിഹാര കർത്തി തീമേ, അവിടെ ഞാൻ മണിക്കൂറുകളോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ നോക്കിക്കൊണ്ടിരുന്നത് പറയുന്ന നീലജലം എന്ന് പറയുന്നത് അവിടെ കൃഷ്ണനായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് അവിടെ നോക്കിയിരിക്കുന്നത്. സ്വന്തം പ്രതിബിംബമായിരുന്നില്ല നോക്കിയിരുന്നത്, കൃഷ്ണൻ തന്നെയാണ് അവിടെ കണ്ടിരുന്നത്. വഹാ അബ് ശസ്ത്രം സേ ലദി ഹുയി അഗണിത് നൗകാം കി പങ്ക്തി റോസ് റോസ് കഹാൻ ജാത്തി ഹേ. ഇപ്പം ആ യമുനാ നദിയിൽ കൂടി ശസ്ത്രം സേ ലദി ഹുയി, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള അഗണിത് നൗകാവോം കി പങ്ക്തി, എണ്ണാൻ പറ്റാത്തത്ര വഞ്ചി വള്ളങ്ങളുടെ നിര തന്നെ, വ്യൂഹം കൂട്ടം, പങ്ക്തി എന്ന് പറഞ്ഞാൽ വ്യൂഹം അല്ലെ കൂട്ടം. റോസ് റോസ് കഹാൻ ജാത്തി ഹേ, ദിനം പ്രതി ആ വഴിയിൽ കൂടി പോകുന്നു. അപ്പം ആ യമുനാ നദി അങ്ങനെ പറഞ്ഞിരുന്ന യമുനാ നദിയിൽ കൂടി ഇപ്പോൾ ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള നൗകകളാണ് ദിവസം തോറും പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാമേ ബഹ് ബഹ് കറാത്തെ ഹുയെ ടൂട്ടേരത് ജർജർ പതാകായി കിസ്കി ഹേ. ടൂട്ടേരത് എന്ന് പറഞ്ഞാൽ തകർന്ന രഥങ്ങൾ, പൊട്ടിയ. ജർജർ പതാക എന്ന് പറഞ്ഞാൽ ചുളിഞ്ഞ നശിച്ച പതാകകൾ, കൊടികൾ. ഈ യമുനാ നദിക്ക് ധാരാമേം, ഈ യമുനാ നദിയുടെ പ്രവാഹത്തിൽ ബഹ് ബഹ് കറാത്തെ ഹുയെ വരുന്ന ടൂട്ടേരത് അവർ ജർജർ പതാകയും കിസ്കി ഹേ, ഈ പൊട്ടിത്തകർന്ന രഥങ്ങൾ അതുപോലെ തന്നെ നശിച്ച കൊടികൾ ഇതെല്ലാം ആരുടേതാണ്. ഇപ്പോൾ ഈ യമുനാ നദിക്ക് ധാരാമേ അനേക ടൂട്ടേരത് और जर्जर पताकाएं बह बह कर आते थे. हारी हुई सेनाएं जीती हुई सेनाएं
नभ को कंपाते हुए युद्ध घोष क्रंदन स्वर भागे हुए सैनिकों से सुनी हुई अकल्पनीय अमानुषिक घटनाएं युद्ध की क्या ये सब सार्थक है। चारों दिशाओं से उत्तर को उड़ उड़कर जाते हुए गृद्धों को क्या तुम बुलाते हो जैसे बुलाते थे भटकी हुई गायों को। हारी हुई सेनाएं പരാജയപ്പെട്ട സൈന്യങ്ങൾ, ജീത്തി ഹുയി സേനായേം ജയിച്ച സൈന്യങ്ങൾ, നബ് കോ കമ്പാത്തെ ഹുയി നബ് എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തെ വിറപ്പിച്ചുകൊണ്ട് യുദ്ധഘോഷ് കർക്കേ യുദ്ധഘോഷം നടത്തിക്കൊണ്ട് ക്രന്ദൻ സ്വർ കരച്ചിലിൻ്റെ സ്വരത്തോടുകൂടി ഭാഗേ ഹുയെ സൈനികോംസേ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സൈനികരുടെ സുനീ ഹുയി അവരിൽ നിന്ന് കേൾക്കുന്ന അകൽപ്പനീയ അമാനുഷിക ഘടനായെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സങ്കല്പിക്കാൻ പറ്റാത്ത അകൽപ്പനീയ അമാനുഷികമായിട്ടുള്ള ഘടനായെ സംഭവങ്ങൾ യുദ്ധക്ക് ക്യായേ സബ് സാർത്ഥക് ഹേ. അപ്പോൾ യുദ്ധത്തിൻ്റേതായിട്ടുള്ള അടയാളങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ്? ഹാരി ഹുയി സേനായെ, जीती हुई सेनाएं, नभ को कंपाते हुए युद्ध घोष करके क्रंदन स्वर करके भागे हुए सैनिकों की उससे सुनी हुई अकल्पनीय अमानुषिक घटनाएं युद्ध की क्या ये सब सार्थक है. ഈ യുദ്ധം എന്ന് പറയുന്നത് ഇത് സാർത്ഥക് ഹേ, ഇത് അർത്ഥമുള്ളതാണോ? ഇപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചാരോം ദിശാവോം സേ ഉത്തർ കോ ഉഡ് ഉഡ്കർ ജാത്തെ ഹുയെ ഗൃദ്ധോം കോ ക്യാ തും ബുലാത്തെ ഹോ. ഗൃദ്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകന്മാർ. ചാരോം ദിശാവോം സേ 4 ദിശകളിൽ നിന്നും ഉത്തർക്കോ ഉഡ്കർ വടക്കോട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗൃദ്ധം കോ കഴുകന്മാരെ ക്യാ തും ബുലാത്തെ ഹോ, നീ വിളിച്ചതാണോ? രാധ കണ്ണനോട് ചോദിക്കുകയാണ്. ഒരുപാട് സൈനികർ അവരിൽ നിന്ന് കേൾക്കുന്ന അകൽപ്പനീയമായിട്ടുള്ള അമാനുഷികമായ സംഭവങ്ങളെക്കുറിച്ച് യുദ്ധത്തിൻ്റെ വർണ്ണനകൾ, ഈ യുദ്ധം എന്ന് പറയുന്നത് സാർത്ഥകമാണോ? ഇവിടെ ചോദിക്കുന്നുണ്ട്, കണ്ണനോട് ചോദിക്കുന്നുണ്ട്, നീ വിളിച്ചു വരുത്തിയതാണോ ഈ കഴുകന്മാരെ എന്ന് ചോദിക്കുന്നുണ്ട്. ജൈസെ ബുലാത്തേ തേ ഭട്കി ഹുയി ഗായം കോ, ഇവിടെ പറയുന്നുണ്ട് വഴിതെറ്റി അലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പശുക്കളെ, മേയാൻ വിട്ട പശുക്കളെ ജൈസെ തും ബുലാത്തേ തേ, എങ്ങനെയാണോ നീ വിളിച്ചിരുന്നത്? ഭട്കി ഹുയി ഗായം കോ എന്ന് പറഞ്ഞാൽ വഴിതെറ്റി അലയുന്ന പശുക്കളെ നീ എങ്ങനെയാണോ വിളിച്ചിരുന്നത്? ഉസി പ്രകാർ തും ക്യാ തും ഗൃദ്ധം കോ ബുലാത്തേ ഹോ, അതുപോലെ നീ ഈ കഴുകന്മാരെ നീ വിളിച്ചു വരുത്തിയതാണോ? ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴുകന്മാരെ ആ ഒരു ഭാഗമാണ് പറയുന്നത്. ജിത്നി സമജ് തും സേ अब तक पाई है गनु उतने बटोर कर भी कितना कुछ है जिसका कोई भी अर्थ मुझे समझ नहीं आता है. जितनी समझ तुमसे अब तक पाई है कनु, हे कनु तुमसे जितनी समझ अब तक पाई है, അല്ലയോ കണ്ണ നിന്നിൽ ഞാൻ എത്രത്തോളമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഉത്തനി ബട്ടോർ കർബി, അതെല്ലാം കളക്ട് ചെയ്താലും ഒരുമിച്ച് കൂട്ടിയാലും കിത്തന കുച്ച് ഹേ, എത്രയോ കുറച്ചാണത്. ജിസ്കാ കോയി ബി അർത്ഥം മുझे സമझ് नहीं आता है, പക്ഷേ ഈ പറഞ്ഞതിൻ്റെ യുദ്ധത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. രാധാക്ക് പ്രശ്ന യേ ഹേ കി, രാധയുടെ ചോദ്യം ഇതാണ്. ഏക് പ്രശ്ന, ചോദ്യം ഇതാണ്. ജരാ മുझे समझा दो, അല്പം എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. ഈ സംഹാരപൂർണ്ണ യുദ്ധ കി സാർത്ഥകത ക്യാ ഹേ, ഈ കൊലപാതകത്തിന് സമാനമായിട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ സർവനാശത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഇതാണ് രാധയുടെ ചോദ്യം. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് നീയാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്, പക്ഷേ ഈ ഇതിഹാസത്തിൻ്റെ, ഈ യുദ്ധത്തിൻ്റെ, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. എത്രയായാലും രാധയ്ക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അർജുൻ കി തരഹ കബി മുझे भी समझा दो सार्थकता है क्या बंधु. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് ഒരുപാട് പേര് അവിടെ മരിച്ചു വീഴുന്നു. അങ്ങനെ കണ്ടപ്പോൾ അർജുനൻ അവിടെ വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെ ഗീതോപദേശം കൊടുക്കുന്നുണ്ട്. അതുപോലെ സംശയമേ പടേ ഹുയെ അർജുൻ കോ തുമ്നെ ഗീതാ കോ ഉപദേശ് ദേക്കർ സംസായ. അർജുൻ കി തരഹ കബി മുझे भी समझा दो, അർജുനെ പോലെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ക്യാ ബന്ധു ഉസ്കാ സാർത്ഥകത ക്യാ ഹേ, യുദ്ധത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ സംശയത്തിൽ നിന്നിരുന്ന അർജുനെ നീ എങ്ങനെയാണ് ഗീതോപദേശം കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുത്തത്?
വൈസേ ഇസ് സംശയഗ്രസ്ത് മേരെ മൻ കോ ബി സംസാദോ. അതുപോലെ എൻ്റെ സംശയം നിറഞ്ഞ ഈ മനസ്സിനെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. മനുഷ്യജീവൻ കി സാർത്ഥകത കിസ്മേ ഹേ. മനുഷ്യജീവൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തിലാണ്? യുദ്ധ കി അർത്ഥ ക്യാ ഹേ. മനുഷ്യജീവൻ കി സാർത്ഥകത കിസ്മേ ഹേ. ഇതൊന്ന് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. मान लो कि मेरी तन्मयता के गहरे क्षण रंगे हुए अर्थहीन आकर्षक शब्द थे तो सार्थक फिर क्या है कनु. ഇവിടെ ചോദിക്കുന്നുണ്ട്, മേരി തന്മയത ജീവൻ കെ ഗഹരെ ക്ഷൺമേ രംഗേ ഹുയ ക്ഷൺമേ. പ്രേമത്തിൻ്റെ പ്രണയത്തിൻ്റെതായ ആഴമേറിയ മുഹൂർത്തങ്ങളിലെ അർത്ഥമില്ലാത്ത ആകർഷകമായ ശബ്ദമായിരുന്നു അത്. തോ സാർത്ഥ ഫിർ ക്യാ ഹേ കനു. ഹേ കനു ഫിർ സാർത്ഥക്യ. എങ്ങനെയാണെങ്കിൽ അർത്ഥമുള്ളതെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ പ്രണയത്തിനേക്കാളും അർത്ഥമുള്ളതാണോ യുദ്ധം എന്നാണ്, ഇതിഹാസം എന്നാണ് രാധ അവിടെ ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിനടുത്ത് നമ്മൾ ശബ്ദ അർത്ഥഹീൻ. ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക്, അർത്ഥഹീൻ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തത്. ഇതിലൂടെ രാധാകൃഷ്ണക്കെ പ്രതി പ്രശ്നം ഉടാത്തി ഹേ, ചോദ്യം ചോദിക്കുന്നുണ്ട്. രാധ कहती है कि तुम्हारा संपर्क पाना ही मेरा अंतिम लक्ष्य है. രാധ പറയുന്നുണ്ട്, നീയുമായിട്ടുള്ള സമ്പർക്കമാണ് എൻ്റെ ജീവിതത്തിലെ അന്തിമ ലക്ഷ്യമെന്ന് രാധ പറയുന്നുണ്ട്. शब्द अर्थहीन पर इस सार्थकता को तुम मुझे कैसे समझाओगे कनु. इसके ये युद्ध के सार्थकता के बारे में തും മുझे കൈസേ സംസാവോगे ഹേ കനു. അല്ലയോ കണ്ണ, നീ എങ്ങനെയാണ് ഈ ഇതിൻ്റെ സാർത്ഥകതയെക്കുറിച്ച് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരിക? യുദ്ധ ധർമ്മ ന്യായ് ആദി ശബ്ദം കാർത്ത് സംസായക. ഇവിടെ ഇതിഹാസം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ധർമ്മത്തിൻ്റെ ന്യായം എന്ന് പറയുന്നതിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥമൊന്നും എനിക്ക് നീ പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? മേരെ ലിയേ യേ സബ് ശബ്ദ നിരർത്ഥക് ഹേ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ എല്ലാ വേർഡുകളും അർത്ഥമില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശബ്ദ 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 മേരെ ലിയേ സബ് അർത്ഥഹീൻ ഹേ. വാക്കുകളെന്ന് പറയുന്നത് മേരെ ലിയേ സബ് അർത്ഥഹീൻ ഹേ. രാധ കനുസേ ഗതി ഹേ. രാധ കണ്ണനോട് പറയാണ്, യേ ശബ്ദ മേരെ ലിയേ സബ് അർത്ഥഹീൻ ഹേ. യുദ്ധ ധർമ്മ ന്യായ ആദി ശബ്ദ മേരെ ലിയേ അർത്ഥഹീൻ ഹേ. എനിക്കത് അർത്ഥമില്ലാത്തതാണ്. यदि वे मेरे पास बैठकर मेरे रुख के कुंडलों में उंगलियां उलझाए हुए तुम्हारे कामते अधरों से नहीं निकलते. शब्द 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 कर्म स्वधर्म निर्णय दायित्व मैंने भी गिली गिली सुने हैं ये शब्द. अर्जुन ने इनमें चाहे कुछ भी पाया हो, मैं इन्हें सुनकर कुछ भी नहीं पाती प्रिय. सिर्फ राख में टिटक कर तुम्हारे उन अधरों की कल्पना करती हूँ जिनसे तुमने ये शब्द पहली बार कहे होंगे. ये शब्द मेरे लिए अर्थहीन है. यदि मेरे पास बैठकर, നീ എൻ്റെ അടുത്തിരുന്നുകൊണ്ട് മേരെ രുഖ് കുന്തലോമേ, എൻ്റെ പാറിപ്പറന്ന മുടിയിലെ ഉംഗലിയാ ഉലജായ ഹുയേ, വിരലുകൾ ഓടിച്ചുകൊണ്ട് തുമാരെ കാംത്തെ അതിരോംസേ നഹി നികൽത്തേ, നിൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമല്ലത്. യേ ശബ്ദ ശബ്ദ ശബ്ദ. ഈ ശബ്ദം എന്ന് പറയുന്നത്, ഈ വേർഡ് എന്ന് പറയുന്നത് നിൻ്റെ ആ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നതല്ല. യേ കർമ്മ സ്വധർമ്മ നിർണയ ദായിത്വ. ഏത് വേണാണ് ഇപ്പോൾ പുറപ്പെടുന്നത്? കർമ്മം, കർത്തവ്യം, സ്വധർമ്മം, നിർണയ തീരുമാനം, ദായിത്വ ഉത്തരവാദിത്വം. മേനെ ബി ഗലി ഗലി സുനേ ഹേ യേ ശബ്ദ. യേ ശബ്ദ മേനെ ബി ഗലി ഗലി മേ സുനേ ഹേ. ഞാൻ ഈ വാക്കുകൾ തെരുവിൽ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാധ പറയണേ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇത് വേർഡ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അർജുനെ ഇൻമേ ചാഹേ കുച്ച് ബി പായാ ഹോ. അർജുൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനായിട്ട് അർജുന് സാധിച്ചിട്ടുണ്ട്. മേ ഇനെ സുൻകർ കുച്ച് ബി നഹി ബാത്തി പ്രിയേ. അപ്പം അർജുനന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനെ സുൻകർ, ഇത് കേട്ടിട്ട് കുച്ച് ബി നഹി ബാത്തി പ്രിയേ, ഹേ പ്രിയേ മുझे കുച്ച് നഹി ബാത്തി, എനിക്കതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. സിർഫ് രാഖ് മേ ടിടക്കർ तुम्हारे उन अधरों की कल्पना करती हूँ. सिर्फ राख में टिटकती हूँ.
ഞാൻ വഴിയിൽ നിന്നു പോവുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാനായിട്ട് സാധിക്കുന്നില്ല. തുമാരെ ഉൻ അദ്രം കി കൽപ്പന കർത്തി ഹൂം ജിൻസെ തുമ്നെ യേ ശബ്ദ പഹലി ബാർ കഹേ ഹോങ്കെ. നീ എങ്ങനെയാണ് നീ എന്നോട് ഈ വേർഡ്സ് ആദ്യം എന്നോട് പറഞ്ഞത്? ആ ചുണ്ടുകളുടെ സങ്കല്പങ്ങൾ, അതിനെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. നീ എൻ്റെ ഇഴകളിൽ കൂടി തലോടിക്കൊണ്ട്, നിൻ്റെ വിരലുകൾ കൊണ്ട് തലോടിക്കൊണ്ട് നീ എന്തൊക്കെയാണ് പറഞ്ഞത് അത് മാത്രമാണ് എനിക്കറിയാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നില്ല. തുമാരാ സാമര ലഹരാത്ത ഹുവ ജിസ്മ തുമാരി കിഞ്ചിത് മുടി ഹുയി ശംഖ് ഗ്രീവ തുമാരി ഉടി ഹുയി ചന്ദൻ ബാഹേ തുമാരി अपने में डूबी हुई अधक खुली दृष्टि धीरे धीरे हिलते हुए तुम्हारे जादू भरे होंड. അപ്പോൾ തുമാരെ ഉൻ അദ്രം കി കൽപ്പന, നിൻ്റെ ആ ചുണ്ടുകളെയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. എൻ്റെ ഭാവനയിലുള്ളത് ആ ചുണ്ടുകളാണ്. ആ ചുണ്ടുകളിൽ നിന്ന് ഏതെല്ലാം വേർഡ്സാണ് പുറത്തേക്ക് വന്നത് അത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ. തുമാര സാംവര ലഹരാത്ത ഹുവ ജിസ്മ, എന്തൊക്കെയാണ് അവൾ ഓർമ്മയിലുള്ളത്? തുമാര സാംവര ശ്യാം രംഗ് ക ലഹരാത്ത ഹുവ ശരീർ, അതായത് ശ്യാമനിറം മലയടിക്കുന്ന നിൻ്റെ ശരീരം. തുമാരി കിഞ്ചിത് മുടി ഹുയി ശംഖ് ഗ്രീവ, ശംഖിനെ പോലെയുള്ള കഴുത്ത്. മുടി ഹുയി എന്ന് പറഞ്ഞാൽ അല്പം ചെരിഞ്ഞ ശംഖിനെ പോലെയുള്ള കഴുത്ത്. തുമാരി ഉടി ഹുയി ചന്ദൻ ബാഹ്യം, നിൻ്റെ ചന്ദൻ ഗന്ധി ബാഹ്യം, അതായത് ചന്ദനഗന്ധമുള്ള നിൻ്റെ കൈകൾ. തുമാരി അപ്രേമേ ഡൂബി ഹുയി അധഗുലി ദൃഷ്ടി, പിന്നെന്താണ്? അപ്രേമേ ദുബി ഹുയി അധഗുലി ദൃഷ്ടി, അതായത് തന്നിൽ തന്നെ സ്വയം മുഴുകിയ പാതി തുറന്ന നോട്ടം. ധീരെ ധീരെ ഹിൽത്തെ ഹുയെ തുമാരി ജാദു ബരെ ഹോണ്ട്, അതായത് പതുക്കെ പതുക്കെ ഇളകിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ മാന്ത്രികമായിട്ടുള്ള ചുണ്ടുകൾ. ഇപ്പം എന്തൊക്കെയാണ് അവളുടെ ഓർമ്മയിലുള്ളതെന്ന് പറയുന്നത്? അവളുടെ ഭാവനയിലുള്ളത് ഇത്രമാത്രമാണ്. എന്താണ്? തുമാര സാവല രംഗ് കാ ശരീർ, തുമാരി ശംഖ് ഗ്രീവ, തുമാരി ചന്ദൻ ബാഹ്യം, തുമാരി അധഗുലി ദൃഷ്ടി और जादू भरे होंड. ये प्रस्तुत शब्द मात्र मेरे लिए सार्थक प्रतीत है. പ്രാത പറയണേ, എനിക്ക് അർത്ഥമുള്ളതായിട്ട് പ്രതീകമായിട്ട് തോന്നുന്നത്, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ്: നിൻ്റെ ശരീരം, നിൻ്റെ കഴുത്ത്, നിൻ്റെ കൈകൾ, നിൻ്റെ നോട്ടം, നിൻ്റെ ചുണ്ടുകൾ. ഇത്രയും മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. मैं कल्पना करती हूँ कि अर्जुन की जगह मैं हूँ और मेरे मन में मोह उत्पन्न हो गया है और मैं नहीं जानती कि युद्ध कौन सा है और मैं किसके पक्ष में हूँ और समस्या क्या है और लड़ाई किस बात की है. लेकिन मेरे मन में मोह उत्पन्न हो गया है क्योंकि तुम्हारे द्वारा समझाया जाना मुझे बहुत अच्छा लगता है और सेनाएं स्तब्ध गड़ी है और इतिहास स्थगित होता है और तुम मुझे समझा रहे हो. मैं कल्पना करती हूँ, എന്താണ്? അർജുൻ കി ജഗഹ് മേ ഹൂം, ഞാൻ സങ്കല്പിക്കുകയാണ് അർജുൻ്റെ സ്ഥാനത്ത് ആരാണ്? ഞാനാണ്. और मेरे मन में मोह उत्पन्न हो गया है, എൻ്റെ മനസ്സിലെ മോഹമാണ് ഉദിച്ചിരിക്കുന്നത്. और मैं नहीं जानती युद्ध कौन सा है, യുദ്ധം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. मैं किसके पक्ष में हूँ, ഞാൻ ആരുടെ പക്ഷത്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. और उसकी समस्या क्या है, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. और लड़ाई किस बात की है, യുദ്ധം എന്ന് പറയുന്നത് ഏത് കാര്യത്തിൻ്റെ മേലാണ് യുദ്ധം നടത്തുന്നത്, എന്തിനു വേണ്ടിയാണ് യുദ്ധം നടത്തുന്നത് അറിഞ്ഞുകൂടാ. ലേക്കിൻ മേരെ मन में मोह उत्पन्न हो गया है, പക്ഷേ നിന്നെ പ്രതി എൻ്റെ മനസ്സിലെ മോഹമാണ് ഉണ്ടായിരിക്കുന്നത്. क्योंकि तुम्हारे द्वारा समझाया जाना मुझे बहुत अच्छा लगता है, കാരണം നീ എനിക്ക് പറഞ്ഞു തന്ന, നീ മുഖേന എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. യുദ്ധം എന്ന് പറയുന്നത് എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് പ്രശ്നം എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നീ മുൻപ് എനിക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അവർ സേനായെ സ്തബ്ധ ഗഡി ഹേ, ഇവിടെ സൈന്യങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നുണ്ട്. ഇതിഹാസ് സ്ഥഗിത് ഹോ ഗയാ ഹേ, അവിടെ ഇതിഹാസം എന്ന് പറയുന്നത് ഇളകാതെ സ്തംഭിച്ചു നിൽക്കുന്നുണ്ട്. ഇതിഹാസം ചരിത്രത്തിൽ മാറ്റമില്ല. തും മുझे समझा रहे हो, നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്, പക്ഷേ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല.
कर्म स्वधर्म निर्णय दायित्व शब्द 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 മേരെ ലിയേ നിതാന്തർത്ഥഹീൻ ഹേ. ഇപ്പോൾ കൃഷ്ണൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ ഏതെല്ലാം എന്നാ പറയുന്നത്? കർമ്മ സ്വധർമ്മ നിർണയ ദായിത്വം. ഈ 4 വാക്കുകൾ മാത്രമാണ് കൃഷ്ണൻ്റെ വായിൽ നിന്ന് വരുന്നത്. യേ മേരെ ലിയേ നിതാന്ത അർത്ഥഹീൻ ഹേ. ഇത് എനിക്ക് ഒരിക്കലും അല്ലെങ്കിൽ നിതാന്ത അർത്ഥഹീൻ ഹേ, എല്ലായ്പ്പോഴും അർത്ഥമില്ലാത്തതായിട്ടാണ് എനിക്ക് പ്രതീതമാവുന്നത്. मैं इन सब के परे अपलक तुम्हें देख रही हूँ. मैं इन सब के ऊपर ഞാൻ അപ്പുറത്തേക്ക് അപ്പലക് തുമേ ദേഖ് രഹി ഹൂം, കണ്ണിൻ്റെ ഇമ വെട്ടാതെ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹർ ശബ്ദ കോ അഞ്ചുരി ബനാക്കർ ബൂന്ത് ബൂന്ത് തുമേ പീ രഹി ഹൂം. ഓരോ വേർഡിനെയും എന്താ പറയുന്നത്? അഞ്ചുരി ബനാക്കർ, അതിനെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ബൂന്ത് ബൂന്ത് തുമേ പീ രഹി ഹൂം, ഓരോ തുള്ളിയായിട്ട് നിന്നെ ഞാൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിന്നെ തന്നെ ഞാൻ കണ്ണിൻ്റെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ ഓരോ തുള്ളിയായിട്ട് ഞാൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. और तुम्हारा तेज मेरे जिस्म के एक एक मूर्छित संवेदन को दधका रहा है. तुम्हारा तेज, तुम्हारा तेजस, तुम्हारा ചൈതന്യം, ये तुम्हारा तेजस, നിൻ്റെ തേജസ്, मेरे जिस्म के, എൻ്റെ ശരീരത്തിൻ്റെ एक एक मूर्छित संवेदन को, എൻ്റെ മരവിച്ച ഓരോ അനുഭൂതികളെയും ദധക്കാരഹാഹി, ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധയുടെ അഭിപ്രായത്തിൽ ഇവിടെ പറയുന്ന കാര്യമാണ് എന്താണ്? ഈ വാക്കുകൾ കർമ്മ സ്വധർമ്മ നിർണയ ദായിത്വം, ഈ 4 വാക്കുകളും അർത്ഥമില്ലാത്തതാണെന്നാണ് രാധയുടെ അഭിപ്രായം. और तुम्हारे जादू से भरे होंठों से रजनीगंधा के फूलों की तरह टप टप शब्द जर रहे हैं, एक के बाद एक. कर्म स्वधर्म निर्णय दायित्व मुझ तक आते आते सब बदल गए हैं. मुझे सुन पड़ता है केवल राधन राधन राधन. तुम्हारे जादू भरे होंठों से, നിൻ്റെ മാന്ത്രികമായ ചുണ്ടുകളിൽ നിന്ന്, രജനീഗന്ധ കെ ഫൂലോം കി തര, രാത്രി വിരിയുന്ന പൂക്കളെപ്പോലെ, ടപ് ടപ് ശബ്ദ ജറഹേ ഹേ, ടപ് ടപ് എന്നുള്ള വേർഡ് മാത്രമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏക് കെ ബാദ് ഏക്, ഒന്നിന് പിന്നാലെ വേറൊന്ന്. അപ്പോൾ ഒന്നിന് പിന്നാലെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഓരോ തുള്ളികൾ എന്ന് പറയുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് വേർഡുകൾ? കർമ്മ സ്വധർമ്മ നിർണയദായിത്വം. മുझ तक आते सब बदल गए हैं. ഈ 4 വാക്കുകൾ എൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിന് അർത്ഥമില്ലാത്തതായിട്ട് മാറുകയാണ്. മുझे सुन पड़ता है केवल राधन राधन राधन. ये शब्द के समय ये सब बदल गए हैं. കർമ്മ സ്വധർമ്മ നിർണയ ദായിത്വം ये बदल गए हैं, ഇതെല്ലാം മാറിയിട്ട് കേവൽ രാധ യേ സുൻ പടുത്താ ഹേ, രാധ ഇത് മാത്രമാണ് കേൾക്കുന്നത്. രാധൻ രാധൻ രാധൻ, രാധയെ വിളിക്കുന്നത് മാത്രമായിട്ടാണ് രാധയ്ക്ക് അത് തോന്നുന്നത്. തുമാരി രാജനീതിക് ശബ്ദാവലി മേരെ പാസ് ആക്കർ രാധൻ രാധൻ ഹി പ്രതീത് ഹേ. അപ്പം നിൻ്റെ ആ വാക്കുകൾ, നിൻ്റെ ആ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ള ആ വാക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണത്തിൻ്റെതായിട്ടുള്ള വാക്കുകളായിട്ടുള്ള ഈ 4 വാക്കുകൾ എൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് കേവലം രാധ എന്നുള്ള വിളി മാത്രമായിട്ട് അവിടെ മാറുകയാണ്. ശബ്ദ 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 തുമാരെ ശബ്ദ അഗണിത് ഹേ കനു സംഖ്യാതീത് पर उनका अर्थ मात्र एक है मैं केवल मैं. ये शब्द अर्थहीन, उसमें ये कनु से कहते हैं तुम्हारे शब्द अगणित है സംഖ്യാതീത് ഹേ. നിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്തതാണ്, സംഖ്യാതീതമാണ്. पर उनका एकमात्र अर्थ है, പക്ഷെ അതിനൊക്കെ ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, അത് കേവലം ഞാൻ മാത്രമാണ്. तुम्हारे शब्द अगणित है और असंख्य है या संख्यातीत है, लेकिन उन पर अर्थ एकमात्र है, ये केवल मैं हूँ, राधा है. फिर उन शब्दों से मुझे को इतिहास कैसे समझाओगे कनु? ये शब्दों से मुझको इतिहास के बारे में कैसे समझाओगे? हे कनु, അല്ലയോ കണ്ണ, ഈ വാക്കുകളിൽ നിന്ന് എന്നെ എങ്ങനെയാണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ, യുദ്ധമെന്ന് പറഞ്ഞാൽ,
കുരുക്ഷേത്ര യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക? എല്ലാം പറയുമ്പോൾ ഈ വാക്കുകളിൽ നിന്നൊക്കെ രാധയ്ക്ക് പ്രതീതമാവുന്നത് അത് കേവലം രാധയെ വിളിക്കുന്നതായിട്ടാണ് രാധയ്ക്ക് പ്രതീതമാവുന്നത്. ഓക്കെ, താങ്ക് യു.